السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلوا وسلموا على خير البشر. اللهم صل وسلم وبارك عليه. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മഹബ്ബ ടോക്സിന്റെ മറ്റൊരു ക്ലാസ്സിലാണ് നമ്മളെല്ലാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ്സുകളെ സ്വീകരിക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ജാസ്തിയാക്കാൻ നമ്മുടെ ഈ ക്ലാസ് ഒരു കാരണമായി അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാണ്. ആ ജനന സമയത്തുണ്ടായ വ്യത്യസ്തമായ അത്ഭുതങ്ങളെ വളരെ കുറഞ്ഞ വാക്കുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കിടാവ് ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുകയും അന്നത്തെ അറേബ്യയിലെ സിസ്റ്റം അനുസരിച്ച് കുട്ടികൾക്ക് നല്ല ഭാഷയും നല്ല സംസ്കാരവും നേടിയെടുക്കാൻ ദൂരദിക്കുകളിൽ ഉള്ള ഗോത്രങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ പാല് കൊടുക്കാൻ, മുല കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു വിടാറുണ്ടായിരുന്നു. അതിനു തന്നെ വേണ്ടിയിട്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയുടെ പ്രദേശങ്ങളിലേക്ക് വരികയും ആ സമയത്ത് പ്രസവം കഴിഞ്ഞ് മുല കൊടുക്കാൻ പാകത്തിനായ മക്കളെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന ഉമ്മ, പോറ്റുമ്മ എന്ന ഈ ഉമ്മാക്ക് ഈ കിടാവിന്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഉപ്പാന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മാനവും ഹദിയയും ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലം ആണ് അത്. യഥാർത്ഥത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ പുണ്യ ജന്മം, ആ കിടാവിന് പാല് കൊടുക്കാൻ, സംരക്ഷിക്കാൻ മനുഷ്യർ മാത്രമല്ല കൊതിച്ചത്. ലോകത്തുള്ള സർവ മൃഗങ്ങളും പക്ഷികളും അതിനുവേണ്ടി മത്സരിക്കുകയും താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗ്യം മനുഷ്യർക്ക് മാത്രമാണ് നൽകിയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസും അതാണ്.
ഹബീബായ തങ്ങളുടെ ശൈശവം, ചെറിയ കിടാവാകുന്ന സമയത്തുണ്ടായ ചില വിഷയങ്ങൾ പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കാം. ഹബീബായ തങ്ങൾ ജനിച്ച് ഏകദേശം 7 ദിവസം മഹദിയാം ആമിന ബീവി, അവിടുത്തെ സ്വന്തം പെറ്റുമ്മ, ആ ഉമ്മ തന്നെയാണ് ഹബീബായ തങ്ങൾക്ക് പാല് കൊടുത്തതും. പിന്നീട് അബൂലഹബിന്റെ അടിമയായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ്യ അവര് മുസ്ലിമായിട്ടുണ്ട് എന്ന അഭിപ്രായം ഉള്ളതോടുകൂടെ തന്നെ ഇല്ല എന്നൊരഭിപ്രായവും ഉണ്ട്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ, ബാപ്പയാകുന്ന അബ്ദുള്ള തങ്ങളുടെ എളോന്മാർ അല്ലെ, ആരൊക്കെയായിരുന്നു? ഹംസ റളിയല്ലാഹു അൻഹുവും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ എളാപ്പമാരാണ്, ഉപ്പാന്റെ എളോന്മാരാണ്. ആ എളോമാരിൽ പ്രധാനപ്പെട്ടവരായ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനിക്കും പാല് കൊടുത്തിരുന്ന സുവൈബത്തുൽ അസ്ലമിയ്യ എന്നവര് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പാല് കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല ഭാഗങ്ങളിൽ നിന്നും മക്കയിലേക്ക് കിടാങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരാറുണ്ട്. അങ്ങനെ ബനു സഅദ് ഗോത്രത്തിൽ നിന്ന് ഏകദേശം 10 സ്ത്രീകളടങ്ങുന്ന ഒരു സംഘം മക്കയിലേക്ക് വരികയാണ്. അതിന്റെ മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പിന്നീട് ഹിജ്റ പോയതിന്റെ ശേഷവും സുവൈബത്തുൽ അസ്ലമിയ്യയെ കുറിച്ച് അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നും അവർക്ക് വസ്ത്രങ്ങളും അവർക്ക് സമ്മാനങ്ങളും കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നും പിന്നീട് അവര് മൗത്തായി എന്ന വാർത്ത അറിഞ്ഞപ്പോ ഇനി അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും അവശേഷിപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായി എന്ന് കിതാബുകളിൽ കാണാം. തബഖാത്തുൽ കുബറയടക്കമുള്ള കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പറഞ്ഞു വന്ന വിഷയം, ബഹുമാനപ്പെട്ട ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവര് ഒരിക്കൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് തൊട്ടിലിൽ കിടക്കുമ്പോ നുബുവത്തിന്റെ ചില അടയാളങ്ങൾ ഞാൻ തങ്ങളിൽ കണ്ടിട്ടുണ്ട്. എന്താണത്? അങ്ങ് തൊട്ടിലിൽ കിടന്ന് ചന്ദ്രനോട്, ആകാശത്തുള്ള ചന്ദ്രൻ ആ ചന്ദ്രനോട് കൊഞ്ചുന്നതും ആ ചന്ദ്രൻ അങ്ങയോട് സംസാരിക്കുന്നതും ആ ചന്ദ്രൻ അങ്ങ് കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഇങ്ങനെ ചായുന്നതും എന്നു മാത്രമല്ല ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഞാൻ അങ്ങ് ചെറുതിരിക്കുമ്പോഴേ കണ്ടിട്ടുണ്ടായി. ബഹുമാനപ്പെട്ടവര് പറയാണ്, സുബ്ഹാനല്ലാഹ്, അതല്ലേ റഅയ്തുക ഫിൽ മഹ്ദി തുനാഗിൽ ഖമറ വതുശീറു ഇലൈഹി ബിഇസ്ബഇക ഫഹൈതു അശറത ഇലൈഹി മാല. ഇങ്ങനെ പറഞ്ഞപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നി കുന്തു ഉഹദ്ദിസുഹു വയുഹദ്ദിസുനി. നിശ്ചയം ഞാൻ ആ ചന്ദ്രനോട്, ഞാൻ അതിനോട് സംസാരിക്കുകയായിരുന്നു, ആ ചന്ദ്രൻ എന്നോടും സംസാരിക്കുകയായിരുന്നു. വയുൽഹീനി അനിൽ ബുകാഇ വഅസ്മഉ വജ്ബതഹു ഹീന യസ്ജുദു തഹ്തൽ അർശ്. ഹബീബായ തങ്ങൾ പറയാണ്, ഞാനിങ്ങനെ കരയുമ്പോ അതെന്റെ ശ്രദ്ധ തെറ്റിപ്പിക്കാറുണ്ടായിരുന്നു, ഞാൻ കരയാതിരിക്കാൻ. എന്നു മാത്രമല്ല, അർശിന്റെ താഴെ എല്ലാ നാളിലും ആ ചന്ദ്രൻ സുജൂദ് ചെയ്യുന്ന ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ എളാപ്പയാകുന്ന അബ്ബാസ് തങ്ങളോട് പറഞ്ഞതാണ്,
അവിടുന്ന് പറഞ്ഞില്ലേ അബ്ബാസ് തങ്ങൾ നബിയെ, ഇങ്ങനെയെല്ലാം പല അത്ഭുതങ്ങളും ഞാൻ തങ്ങളിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വിശുദ്ധ മാർഗത്തിലേക്ക് തന്നെ കടന്നു വരാനുള്ള കാരണം. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കിടക്കുന്ന തൊട്ടില്, ആ തൊട്ടിലിങ്ങനെ മലായികത്ത് അവരാട്ടാറുണ്ടായിരുന്നു. അവരിങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരിങ്ങനെ ആട്ടിക്കൊടുക്കാറുണ്ടായിരുന്നു എന്നു കാണാം. ഇന്ന മഹ്ദഹു കാന യതഹറകു ബിതഹരീകിൽ മലായിക. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ അവിടുത്തെ പ്രത്യേകതകളാ ചെറിയ കിടാവായിരിക്കുന്ന സമയത്തു തന്നെ ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തേക്ക് മുല കൊടുക്കാൻ, അവിടുത്തെ പോറ്റി വളർത്താൻ അല്ലാഹു സംവിധാനിച്ച, അല്ലാഹു പ്രത്യേകം സെലക്ട് ചെയ്ത ഹലീമ ബീബി റളിയല്ലാഹു അൻഹാ, ഹലീമത്തു സഅദാ റളിയല്ലാഹു അൻഹാ, അവിടുത്തെ കുറിച്ച് ഇനി പറയാം. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ ബനു സഅദ് ഗോത്രത്തില് വലിയ ക്ഷാമവും വലിയ പ്രയാസവും ഉള്ള സമയം. ആ സമയത്താണ് ഇവര് മക്കയിലേക്ക് വരുന്നത്. വരുന്ന സമയം 10ഓളം ആളുകളുണ്ട്. ഹലീമ ബീവിയുടെ കൂടെ അവിടുത്തെ ഭർത്താവ് ഹാരിസ് എന്നവരുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ മകനാകുന്ന ലംറത്ത് എന്നവരും ഉണ്ട്. ഈ യാത്രയുടെ അവര് മക്കയിലേക്ക് വരുന്ന സമയം ഹലീമ ബീബി ഒരു കഴുതയുടെ പുറത്താണ്, ഒരു ഡോങ്കി കത്തെ, വെളുത്തൊരു കത്തയുടെ പുറത്താണ് ഹലീമ ബീബി ഉള്ളത്. ലംറത്തും അതുപോലെ തന്നെ ഹാരിസ് എന്നവരും ഒരു പെണ്ണൊട്ടകത്തിന്റെ പുറത്താണ്. ആ ഒട്ടകമാണെങ്കിലോ ബയസ്സായ ഒട്ടകമാണ്. ബനൂ സഅദ് ഗോത്രത്തിൽ നിന്ന് ബാക്കിയുള്ള ആളുകളുടെ ഒട്ടകവും അവരുടെ കഴുതകളും മുന്നിൽ പോവാണ്. ഇവര് ബേക്കില് വരികയാണ്. ഇവരെ കൊണ്ട് അവരും കുടുങ്ങി. അങ്ങനെ ഏതായാലും മക്കയിലെത്തിയപ്പോ ഇവര് എത്താൻ ലേറ്റായി. ഒന്ന്, രണ്ടാമതൊന്ന് അവിടെ ഉണ്ടായിരുന്ന കിടാങ്ങളെ ഓരോ ആളുമാരും ഏറ്റെടുത്തു കഴിഞ്ഞു. സമ്പന്നരുടെ മക്കളുണ്ട്, പ്രമുഖരുടെ മക്കളുണ്ട്. പക്ഷേ ആരും ഏറ്റെടുക്കാതെ ഒരു കിടാവവിടെയുണ്ട്. എന്തേ കാരണം? അതൊരു യതീമായ കിടാവാണ്. ആളുകളെല്ലാം പറഞ്ഞു യതീമുൻ വമാ അസാൻ തസ്നഉ ഉമ്മുഹു വജദ്ദു. ലേ, ആ കിടാവിന്റെ വല്ലിപ്പയോ ഉമ്മയോ ഒന്നും തന്നോളണമെന്നില്ല. ചിലപ്പോ ഒന്നും തരാണ്ടങ്ങ് ഒഴിവാക്കും. ഇവരുടെ വരവിന്റെ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞു. അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എവിടെന്ന്, ഈ കുട്ടിയുടെ ബാപ്പയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ കിടാവിനോ ബാപ്പയില്ലല്ലോ. അപ്പൊ പിന്നെ അജ്ജയാണുള്ളത്, പിന്നെയോ ഉമ്മയാണുള്ളത്. അവരൊന്നും തന്നില്ലെങ്കിലോ പിന്നെ കേൾക്കാനൊന്നും പറ്റൂല. അവരങ്ങ് പറയും കിടാവിന്റെ ബാപ്പയങ്ങളല്ലല്ലോ എന്നൊരു വാക്ക് പറഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോവൂലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പല ആളുകളും. അങ്ങനെ ഏതായാലും മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്നതാ ഒരു കുട്ടിയുമില്ലാതെ അവിടുന്ന് തന്റെ കൂട്ടുകാരികളോടുകൂടെ തിരിച്ചു പോവാൻ യാതൊരു താല്പര്യവും ഇല്ല. അതേസമയം ബീവി ഹലീമ തങ്ങൾക്ക് ഹബീബായ മുത്തുനബിയാകുന്ന ആ കിടാവിനെ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നുകയാണ്. ഹാരിസ് എന്നവർക്കും, അതായത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്, അവർക്കും അത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയാണ്, വല്ലാഹി ലഅദ്ഹബന്ന ഇലാ ദാലികൽ യതീമി ഫലആഖുദന്നഹു. ഞാൻ ആ യതീമായ കിടാവിന്റെ മുട്ട പോയി ആ കിടാവിനങ്ങ് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഭർത്താവ് ഹാരിസ് എന്നവർ പറഞ്ഞ മറുപടി, ലാ അലൈകി അൻ തഫ്അലി അസല്ലാഹു അൻ യജ്അല ഫീനാ ബറകാ. നിങ്ങൾക്കങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല, നിങ്ങൾക്കെടുക്കാം.
ഒരുപക്ഷേ അല്ലാഹു ഈ കിടാവിനെ കൊണ്ട് നമുക്ക് വലിയ ബറക്കത്ത് നൽകിയേക്കാം. സുബ്ഹാനല്ലാഹ്. അവരുടെ ഒരു വിശ്വാസമാണ്. അവരാ കിടാവിനെ ഏറ്റെടുത്തു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കിടാവാണ്. ചെറിയ പൈതലാണ്. മുല കുടിക്കുന്ന പ്രായമേ ആയിട്ടുള്ളൂ. അതാ ചരിത്രം പറയുന്നത് കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കിടാവ് അതിങ്ങനെ കിടന്നുറങ്ങുകയാണ്. നല്ല സുന്ദരമായ മുഖത്തോടുകൂടെയാണ് ആ കിടാവ് കിടക്കുന്നത്. മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് ആ കിടാവിനെ എടുത്തു. കിടാവിനെ എടുത്തിട്ട് അവിടുത്തെ മാറിടത്തിലേക്ക് അടുപ്പിച്ചപ്പോ അവിടുന്നതാ പാല് കുടിക്കുകയാണ്. ബീവിയും അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൃത്യമായി കുടിക്കാൻ വെള്ളമില്ല. എങ്കിലോ ഒട്ടകത്തിൽ പാലുണ്ടോ? പാലില്ല. അതുകാരണം ബീവിയിലും അവിടുത്തെ സ്ഥലങ്ങളിലും വേണ്ട രീതിയിൽ പാല് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ലംറത്ത് എന്ന കിടാവ് ഇങ്ങോട്ട് വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കഴിയാണ്ട് കരഞ്ഞത് കാരണം ഇവർക്കും ബഹുമാനപ്പെട്ട ഹാരിസ് എന്നവർക്കും ഹലീമ ബീവി എന്നവർക്കും ഉറക്കം പോലും ശരിയായിട്ടില്ല. അങ്ങനെയെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന വരവാണ് ഇങ്ങോട്ടുള്ള വരവ്. പക്ഷേ തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥ അറിയുമോ? സുബ്ഹാനല്ലാഹ്. ഈ കിടാവിനെ അങ്ങ് ഏറ്റെടുത്തിട്ട് മഹദിമാറിടത്തിലേക്ക് വെക്കുമ്പോ ആ മാറിൽ പാലുണ്ട്. വേണ്ടാത്ര കുടിച്ചു കഴിഞ്ഞ് അവിടുന്ന് അടുത്ത മാറത്തേക്ക് മാറ്റിയപ്പോ കിടാവ് കുടിക്കുന്നില്ല. എന്നു മാത്രമല്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കിടാവിനിക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതാ അഅലമഹുല്ലാഹു അന്ന ലഹു ശരീകൻ ഫഅൽഹമഹുൽ അദ്ലാ. തനിക്കൊരു ശരീക്കുണ്ട്. തന്റെ കൂടെ പാല് കുടിക്കാൻ അതേ പ്രായമുള്ള മറ്റൊരു കിടാവുണ്ട്. ആരാണത്? ലംറത്ത് എന്നവരാണ്. അവർക്ക് വേണ്ട, അവർക്കും പാല് വേണം. അതിൽ അല്ലാഹു തആല അദ്ല് പാലിക്കാൻ പ്രത്യേകമായ അറിവ് മുത്തുനബിയാകുന്ന ആ കിടാവിന് നൽകിയതാണെന്നും കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നതാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹാ ആ കിടാവിനെ അങ്ങ് മാറ്റിവെക്കുകയാണ്. സ്വന്തം കിടാവാകുന്ന ലംറത്തും പാല് കുടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സമൃദ്ധമായി കുടിച്ചു കഴിഞ്ഞു. നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്താണ്? യാ റബ്ബ്, യാ അല്ലാഹ്, ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരിറ്റു പാലില്ലാത്ത അകിടുമായി ഉണ്ടായിരുന്ന തങ്ങളുടെ ഒട്ടകം നല്ല ഉഷാറിലുണ്ട്. ആ ഒട്ടകത്തിൽ നല്ല പാലുണ്ട്. ബീവിയും അവിടുത്തെ ഭർത്താവും ആ പാലെടുത്ത് കുടിക്കുകയാണ്. അവർക്ക് വല്ലാത്ത സന്തോഷമായി, വല്ലാത്ത റാഹത്തായി. എന്നു മാത്രമല്ല, മഹാനായ ആ ഹാരിസ തങ്ങൾ പറഞ്ഞു, ഓ ബീവി, ഓ ഹലീമ, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയല്ലേ ഇതെല്ലാം കാണുന്നത്. അങ്ങനെ അവർ യാത്ര തുടങ്ങുകയാണ്. മക്കയിൽ നിന്ന് തിരിച്ച് അവരുടെ ബനൂ സഅദ് ഗോത്രത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. യാത്ര തുടങ്ങി. ആ കഴുതപ്പുറത്തവര് കയറി. വെളുത്ത കത്തപ്പുറത്താണ് ബീവി ഉണ്ടായത്. കിടാവിനെ ആ കഴുതയുടെ പുറത്തു വെച്ചു. ലംറത്തും അതുപോലെ തന്നെ ഹാരിസ എന്നവരും ഒട്ടകത്തിന്റെ പുറത്തും കയറി. സുബ്ഹാനല്ലാഹ്. ഇവരുടെ മുന്നേ വന്ന് കുട്ടിയെ സ്വീകരിച്ചു പോയ യാത്രാ സംഘം തിരിച്ചു പോകുന്നുണ്ട്. ആ യാത്രാ സംഘത്തെ പിറകിലാ കുമാർ ഈ കഴുത വേഗത്തിൽ നടക്കുകയാണ്.
ആ ഒട്ടകവും നല്ല ഉഷാറിലും മുന്നോട്ട് നടക്കുകയാണ്. ഇത് കണ്ട സമയം സുബ്ഹാനല്ലാഹ്, ആളുകളെല്ലാം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? അല്ല ഹലീമാ, ഇതെന്ത് അത്ഭുതമാണ്! ഇങ്ങോട്ട് വന്നപ്പോ ഒരു ഉഷാറില്ലാതിരുന്ന കത്തയല്ലേ, ഒട്ടകമല്ലേ? ഇതെന്തു പറ്റി? എന്റെ കത്തക്കെന്തോ പ്രത്യേകതയുണ്ട് എന്ന് ഹലീമ ബീവിയോട് പറയുമ്പോ അവിടെ തന്നെ മഹദിയായ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്ന സംഭവം കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് സ്വീകരിച്ച് ആ കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ കഴുത മറ്റുള്ള മൃഗങ്ങളെയെല്ലാം തന്റെ സഹയാത്രികരായ ആളുകളെയെല്ലാം പിറകിലാക്കി മുന്നോട്ട് ബനൂ സഅദ് ഗോത്രത്തിൽ ലക്ഷ്യമാക്കി പോകുമ്പോ ആ കഴുതയതാ ആളുകളെല്ലാം അത്ഭുതത്തോടുകൂടെ ഈ കഴുതക്കെന്തോ പ്രത്യേകതയുണ്ട്, ഈ കഴുതക്കെന്തോ അത്ഭുതമുണ്ട് എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോ ആ കഴുത പറയുന്നത് മഹദിയായ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ്. അവിടുന്ന് പറയുകയാണ്, അല്ലാഹു സത്യം, വല്ലാഹി ഇന്നലീ ശഅനൻ സുമ്മ ശഅനാ, എനിക്ക് ചില പ്രത്യേക സവിശേഷതകളും മറ്റു മഹത്വങ്ങളും ഉണ്ട്. എന്റെ മരണശേഷം അതാ എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ബലഹീനയായി, ആകെ സുസ്തായി പോയിട്ടുണ്ടായി. അതിന്റെ ശേഷം അതാ അല്ലാഹു എനിക്ക് പുതിയ ജീവിതം നൽകിയിരിക്കുന്നു. മെലിഞ്ഞൊട്ടിയ ശേഷം എനിക്ക് നല്ല ശരീരപുഷ്ടി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുത പറഞ്ഞ വാക്കറിയുമോ? ബനൂ സഅദ് ഗോത്രത്തിലെ സ്ത്രീകളെ, നിങ്ങൾക്ക് നഷ്ടമാ, തീർച്ചയായും നിങ്ങൾ അശ്രദ്ധയിൽ തന്നെയാണ്. എന്റെ മുതുകിലുള്ളത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അലാ ലഹ്രി ഖിയാറുൻ നബിയ്യീന വസയ്യിദുൽ മുർസലീന വഖൈറുൽ അവ്വലീന വൽ ആഖിരീന വഹബീബു റബ്ബിൽ ആലമീൻ. സർവ നബിമാരിലും ഏറ്റവും ഉന്നതരായവരാണ്, മുർസലീങ്ങളുടെ നേതാവാണ്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും പരിഗണിച്ചാൽ അതിലേറ്റവും ഖൈറായവരാണ് എന്നു മാത്രമല്ല ലോകരക്ഷിതാവിന്റെ ഹബീബാണ്. എന്റെ മുതുകിലുള്ളത് എന്ന് ആ കഴുത പറയുന്നത് മഹദിയായ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് കേട്ട സംഭവം കാണാം. എന്നു മാത്രമല്ല ഹബീബായ തങ്ങൾ ആ കഴുതയുടെ പുറത്തു വെച്ചപ്പോ ആ കഴുത ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ട്, കഅബാലയത്തിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം സുജൂദ് ചെയ്യുന്നത് മഹദി കാണുകയാണ്. ഇങ്ങനെ എത്രയെത്ര അത്ഭുതങ്ങളാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഏറ്റെടുത്ത സമയത്തു തന്നെ അതാ മഹദിയായ ഹലീമ ബീവി കാണുന്നത്. ഏതായാലും അവിടുന്ന് തിരിച്ചു ബനൂ സഅദ് ഗോത്രത്തിലെത്തി. അവര് പോകുന്ന സമയത്ത് വലിയ ക്ഷാമമായിരുന്നു എന്ന് പറഞ്ഞു, വലിയ പ്രയാസമായിരുന്നു. ആടുകൾക്കോ ഒട്ടകങ്ങൾക്കോ കൃത്യമായിട്ട് ഭക്ഷണമോ കാര്യമൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഹബീബായ തങ്ങളാവുത്തിലേക്ക് എത്തിയതിൽ പിന്നെ ഈ ആടുകളും ഒട്ടകങ്ങളും സുഭിക്ഷമായ ഭക്ഷണം അവകൾക്ക് കിട്ടുന്നു. അവകളിൽ നല്ല പാലുണ്ടാകുന്നു, നല്ല ഉഷാറ് കിട്ടുന്നു.
ഇത് കണ്ടിട്ട് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായി, അബൂ ദുഐബ് അവരുടെ മകള്, അതായത് ബഹുമാനപ്പെട്ട ഹലീമ ബീവി, അവിടുന്ന് ആടുകളെ മേയ്ക്കാൻ വേണ്ടി ആളുകൾ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങളും പോകൂ എന്ന് ബാക്കി ആളുകൾ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഹലീമ ബീവിയുടെ കുടുംബത്തിൽ കണ്ട ബറക്കത്ത് വേറെ ഏത് വീട്ടിലും അങ്ങ് കണ്ടില്ല. കാരണമെന്താണ്? ആ കുടുംബത്തിലല്ലേ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ജീവിക്കുന്നത്, അവിടുന്ന് വളരുന്നത്. ഹബീബായ തങ്ങൾ അങ്ങനെ അവിടെ വളരാണ്. അവിടുന്ന് ഒരേ സ്ഥലത്തിൽ നിന്ന്, ഒരേ മുലയിൽ നിന്ന് മാത്രമേ പാല് കുടിക്കുന്നുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞു, മറ്റൊന്ന് തന്റെ സഹോദരനായ ലംറത്ത് എന്നവർക്കുള്ളതാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കിടാവിനെയും കൊണ്ട് പോകുന്ന സമയം ബീവിയാം ഹലീമ റളിയല്ലാഹു അൻഹയോട് മഹദിയായ ആമിന ബീവി പറഞ്ഞിട്ടുണ്ടായി, ഇഹ്ഫദീ ഇബ്നീ, എന്റെ കുഞ്ഞിനെ നിങ്ങൾ സൂക്ഷിക്കണം, എന്റെ കുഞ്ഞിനെ നിങ്ങൾ നല്ലോണം നോക്കണം. ഉമ്മയുടെ വാക്കല്ലേ. മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലിങ്ങനെ നടക്കുമ്പോ കയ്യിൽ കിടാവുണ്ട്. ആ കിടാവിനെ പറ്റിയിട്ട് ജൂതരാകുന്ന ആളുകൾക്കിടയിലൂടെയാണ് പോകുന്നത്. ആ ജൂതന്മാരോട് ഹലീമ ബീവി പറഞ്ഞു, എന്റെ ഈ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്നോട് വിവരം പറയണം. ഈ കുട്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അലാ തുഹദ്ദിസൂനി അൻ ഇബ്നി ഹാദാ ഫഇന്നി ഹമൽതുഹു കദാ വവളഅതുഹു കദാ വറഅയ്തുഹു കദാ. ഞാൻ ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെയാണ് ഗർഭം ധരിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ആ കുട്ടിയെ പ്രസവിച്ച സമയത്ത് കണ്ട കാഴ്ച എന്ന് അവിടുന്ന് ആമിന ബീവിയിൽ നിന്ന് കേട്ടറിഞ്ഞ ആ അത്ഭുതങ്ങളുടെ വിഷയങ്ങളങ്ങ് പറഞ്ഞപ്പോ ആ ജൂതന്മാര് പറഞ്ഞതൊരേ മറുപടിയാണ്, ഈ കുഞ്ഞിനെ ഞങ്ങൾ കൊല്ലുകയാണ്. ആ സമയത്ത് അവരിൽ ഒരാൾ ചോദിച്ചു, ഈ കുഞ്ഞിന്റെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഹലീമ ബീവി അവിടുത്തെ ഭർത്താവിനെ വിചാരിച്ചു പറഞ്ഞു, ഉണ്ട്, അതേ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ഒരൊറ്റ വിഷയം കാരണം അവര് പറഞ്ഞു, ഈ കുഞ്ഞ് അത് യതീമായി ജനിക്കാനുള്ള കുഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനെ ഞങ്ങൾ കൊല്ലുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കിടാവ് അത് ഈ കിടാവാകൂല. ആ രീതിയിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ജനനം കാത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. ഏതായാലും പറഞ്ഞു വന്ന വിഷയം, മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ വീട്ടിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ കിടാവ് വളരുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ കുട്ടിയെ ഞാൻ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചതോടെ ബനൂ സഅദ് ഗോത്രക്കാരുടെ വീടുകളിലെല്ലാം കസ്തൂരിയുടെ സുഗന്ധം പരന്നു. ജനങ്ങളുടെ മനസ്സിലെല്ലാം കുട്ടിയോട് വല്ലാത്ത സ്നേഹം ഉണ്ടായി. എത്രത്തോളമെന്നോ ആളുകൾക്ക് വല്ല ശാരീരികമായ വല്ല ബുദ്ധിമുട്ടും വന്നാൽ ഈ കുട്ടിയുടെ അടുക്കൽ വന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് പ്രസ്തുത സ്ഥലത്ത്, ആ പ്രയാസമുള്ള സ്ഥലത്ത് വെക്കുകയും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പെട്ടെന്ന് തന്നെ ആ അസുഖങ്ങളെല്ലാം സുഖപ്പെട്ടു പോകാറുമുണ്ടായിരുന്നു. അത് മനുഷ്യരിൽ മാത്രമല്ല, അവിടെ വളർത്തുന്ന മൃഗങ്ങളിലും പ്രയാസം വന്നാൽ ഹബീബായ തങ്ങളാകുന്ന കുട്ടിയെ കൊണ്ടും അവർക്ക് ശിഫാ, അതിനിക്ക് മാറ്റം വന്നിരുന്നു. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും
അവിടുത്തെ മുലകുടി നിർത്തിയ സമയം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുലകുടി അവസാനിപ്പിച്ചപ്പോൾ അവിടുന്ന് അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളരുകയാണ്. ഞാൻ ജാസ്തി മുന്നോട്ട് പോകുന്നില്ല, സമയം കുറവാണ്. ഏതായാലും അവിടുന്ന് ജനിച്ചു വളരുന്ന സമയം അവിടുന്ന് മുലകുടി ബന്ധത്തിലൂടെ തന്നെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരങ്ങളായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളും ഒന്നാമത്തത് ഉംറത്ത് തന്നെയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹാരിസ് എന്നവരും, മറ്റതോ അനീസത്തു ബിൻത് ഹാരിസ് എന്നവരും, മറ്റൊന്ന് ഷൈമാ ബീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് താമസിക്കുമ്പോൾ ഹബീബായ തങ്ങളെ പരിചരിച്ചതിൽ ഒരു മഹദിയാണ് ഷൈമാ ബീവിയും, അതായത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകളാകുന്ന ഷൈമാ റളിയല്ലാഹു അൻഹ. അവിടുന്ന് കാണാം ഒരിക്കലിങ്ങനെ ഹലീമ ബീവി നോക്കുമ്പോ ഷൈമാ ബീവിയോടുകൂടെ പുറത്താണുള്ളത്. ആ സമയത്ത് മഹദിയായ ഹലീമ ബീവി ഈ കുട്ടി ഇങ്ങനെ വെയിലത്ത് നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്താണ് ഈ കുട്ടി എങ്ങനെ വെയിലത്ത് നിർത്തുകയാണോ എന്ന് ചോദിച്ചപ്പോ ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, യാ ഉമ്മാ, ഓ ഉമ്മാ, മാ വുജിദ അഖീ ഹർറൻ റഅയ്തു ഗമാമതൻ. ഞാൻ ഇങ്ങനെ മേഘത്ത് നോക്കുമ്പോ ഉമ്മ ഞാൻ കാണുന്നത് ഈ എന്റെ സഹോദരനാകുന്ന ഈ കിടാവിന്, ഈ കുട്ടിക്ക് ചൂടേൽക്കുന്നില്ല. തളില്ലു അലൈഹി, ആ മേഘം ആ കുട്ടിക്ക് തണലിട്ട് കൊടുക്കുന്നു. ഇതാ വഖഫ വഖഫത്, കുട്ടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ മേഘം നിൽക്കുന്നു. വഇദാ സാറ സാറത്, കുട്ടി നടക്കുകയാണെങ്കിൽ നീങ്ങുകയാണെങ്കിലും മേഘവും നീങ്ങുന്നു. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഷൈമാ ബീവിയും കാണുകയാണ്. മഹദിയായ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. സുബ്ഹാന റബ്ബി, മഹദി പറയുകയാണ്, ഞാൻ രാത്രി സമയങ്ങളിൽ കുട്ടിയുടെ അടുക്കലേക്ക് ചെന്നാൽ വീടിന്റെ മേൽപുര മുകൾ ഭാഗം അത് വിടർന്നു മാറി നിൽക്കുകയും ചന്ദ്രൻ ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൊഞ്ചുകയും ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു. കുന്തു ലാ അദ്ഖുലു അലൈഹി ബില്ലൈലി ഇല്ലാ വജദ്തു الثقف قد انفرج وقد نزل عليه القمر يناغي. വീടിന്റെ സഖഫ്, മേൽക്കൂര, ആ മേൽക്കൂര വിടർന്ന് അതിലൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിപ്പിക്കാൻ, കൊഞ്ചിക്കാൻ ചന്ദ്രൻ ഇറങ്ങാറുണ്ടായിരുന്നു. അവിടെ കാണുന്ന സഖഫ്, മേൽക്കൂര, അതിൽ നിന്നാണ് സഖാഫ് എന്ന ഖബീല ആ ഒരു പേര് വന്നത് എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള സഖാഫ് ഖബീലയിലുള്ള ആളുകളൊക്കെ പാപ്പ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ സഖാഫ് എന്ന 22ാമത്തെ പാപ്പ, അവരുടെ മകനാണ് ആദ്യമായിട്ട് കേരളത്തിലേക്ക് വരുന്നത് യമനിൽ. ഞാൻ 43ാമത്തെ ആള്. അപ്പൊ അങ്ങനെ അവർക്ക് ആദ്യമായിട്ട് സഖാഫ് എന്ന പേര് വെക്കുന്നത് അബ്ദുറഹ്മാൻ എന്നവർക്കാണ്. അബ്ദുറഹ്മാൻ സഖാഫ് ബഅലവി. ആ പേര് വരാനുള്ള കാരണം, സാധാരണയിൽ മേൽക്കൂര എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നത് അല്ലെ, ഔത്തിന്റെ ഒക്കെ മീത്തുള്ള ഒരു ഇതാണ്, പോർഷനാണ് മേൽക്കൂര എന്നതുപോലെ
ഇവര് വല്ലാതെ ഇബാദാത്തുകൾ കൊണ്ട് മുഖരിതമാക്കുകയും എന്നാലോ ആളുകൾക്കെല്ലാം സർവം സമാധാനവും ശാന്തിയും അതോടൊപ്പം തന്നെ പരിഹാരവും പ്രയാസങ്ങൾക്കുള്ള അത്താണിയും ഒക്കെയായിരുന്നു ഒരു മേൽക്കൂര പോലെ. അപ്പൊ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആൾമാർ അങ്ങനെ വിളിച്ചതാണ് എന്ന് കാണാം. അല്ല ഉയർന്ന സ്ഥാനം ഉള്ള ഒരാൾ എന്ന ഉദ്ദേശത്തിൽ എന്നും കാണാൻ പറ്റും സഖഫ് എന്നതിൽ നിന്നാണ്, അല്ലാതെ സഖഫി അതിലെന്നൊന്നുമല്ല. ചില ആൾമാർക്ക് അങ്ങനെ വിചാരിച്ചിട്ട് സഖാഫി എന്നൊക്കെ സഖാഫി എന്നൊക്കെ പറയും, തെറ്റാണ്. ഓക്കെ, സഖാഫ് സഖഫിൽ നിന്നുള്ളതാണ്, സഖാഫ് അതാണ് ശരി ഇൻഷാ അല്ലാഹ്. അപ്പൊ ഏതായാലും ഇവിടെ സഖഫി എന്ന് കണ്ടപ്പോൾ പെട്ടത് ഓർമ്മയായത്, അത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കിടാവ് അവിടുന്ന് എന്ത് ചെയ്യും? രാത്രിയിൽ കാണുന്ന കാഴ്ച സുബ്ഹാന റബ്ബി, ആകാശത്തിലെ ആ ചന്ദ്ര ഹബീബായ മുത്തുനബിയെ കളിപ്പാട്ടുന്നതാണ്. മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കാണുന്ന കാഴ്ച പറഞ്ഞതാണ്. കഴിഞ്ഞില്ല, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഹബീബായ തങ്ങളോടും അവിടുത്തെ റളായത്തിലൂടെ മുലകുടി ബന്ധത്തിലൂടെയുള്ള ആ സഹോദരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പുനർജീവനം? ഇനിയൊരു ജന്മം, മൗത്തായി കഴിഞ്ഞാൽ ഒരു ജന്മം ഉണ്ടാകുമോ? നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങളെന്ന് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? സുബ്ഹാന റബ്ബി അമാ വല്ലദീ നഫ്സി ബിയദിഹി ലആഖുദന്ന ബിയദിക യൗമൽ ഖിയാമ വലഉഅരിഫന്നക. ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഹബീബായ തങ്ങൾ പറയാടി, എന്റെ നഫ്സ് ആരുടെ കൈകളിലാണോ അവൻ തന്നെ സത്യം. ഞാൻ നിങ്ങളുടെ കൈകൾ നാളെ ആഖിറത്തിൽ പിടിക്കും. അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കി തരും ഒരു പുനർജീവനം ഉണ്ടോ ഇല്ലയോ എന്ന്. ഹബീബായ മുത്തുനബി വഫാത്തായതിന്റെ ശേഷമാണ് അദ്ദേഹം മുസ്ലിമായത് എന്നും അന്ന് അതിന്റെ ശേഷം അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇന്നമാ അർജു അൻ യഖുദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദി യൗമൽ ഖിയാമത്തി ഫഅൻജൂ എന്നവിടുന്ന് പറയാറുണ്ടായിരുന്നു. അന്ത്യനാളിൽ എന്റെ കൈ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിക്കുമെന്നും അതു കാരണം ഞാൻ രക്ഷപ്പെടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവരും അവിടുന്ന് പറയാറുണ്ടായിരുന്നു. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരി, ഹബീബായ തങ്ങൾ അന്ന് ചെറുതിൽ പറഞ്ഞ വാക്കുകളാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹലീമത്തു സഅദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളരുകയാണ്. ആ സമയത്താണ് ഒരു വല്ലാത്ത അത്ഭുതം നടക്കുന്നത്. പുറത്തിങ്ങനെ സഹോദരൻ ലംറത്തിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പലപ്പോഴും കിടാവാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളിക്കാനൊന്നും പോകൂല, കളിക്കാനൊന്നും നിൽക്കൂല. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് ഇങ്ങനെ പറയും, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദാ, നാം സൃഷ്ടിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയിട്ടല്ല, ഇവിടെ കളിച്ചു നടക്കാനല്ല എന്നവിടുന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയാടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹോദരനാകുന്ന ലംറത്തും വീട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നത് ആ ലംറത്ത് ഓടി വന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മാനോട് പറയുന്ന വാക്കെന്താണ്? ഇന്ന അഖിൽ ഖുറൈശിയ ജാഅഹു റജുലാനി അലൈഹിമാ സൗബാനി അബിയലാനി ഫഅഖദ്നാഹു فأضجعاه وشقا بطنه. ഉമ്മ, എന്റെ ഖുറൈശിയാകുന്ന ആ സഹോദരനില്ലേ, അയാളെ അതാ രണ്ടാളുകൾ വന്നുകൊണ്ട് അയാളെ പിടിച്ച്, നല്ല വെള്ള വസ്ത്രം ധരിച്ച രണ്ടാളുകളാണ്, ആ കിടാവിനെ പിടിച്ച് കിടത്തിയിട്ട് വയറ് കീറിയിട്ടുണ്ട് ഉമ്മ
ഇത് കേട്ട് ഞാനങ്ങ് ഓടിയിട്ട് ബീവി പറയുകയാണ്, ഞാനും ഭർത്താവും അവിടേക്ക് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച കുട്ടിയുടെ നിറമാകെ മാറിയിട്ടുണ്ട്. ആ നിറം മാറി നിൽക്കുന്ന കുട്ടിയെ കണ്ടപ്പോ ആ കുട്ടി അതാ ഞങ്ങളെ കണ്ടപ്പോ കരഞ്ഞുകൊണ്ടുവന്നു. ഞങ്ങൾ ആ കുട്ടിയെ കൂട്ടി കെട്ടിപ്പിടിച്ചു. സുബ്ഹാനല്ലാഹ്, ആ കുട്ടി പറഞ്ഞ വാക്ക്, എന്നെ രണ്ടാളുകൾ വന്ന് കിടത്തുകയും എന്റെ വയറ് കീറിയിട്ട് എന്തൊക്കെയോ ചെയ്തു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നതാരാ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അവിടുന്ന് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടത്തിയിട്ടും അവിടുത്തെ വയറ് കീറുകയും ശേഷം ഹൃദയം അത് പുറത്തെടുക്കുകയും അത് കീറിയിട്ട് അതിൽ നിന്നൊരു മാംസക്കട്ടം ഒഴിവാക്കുകയും ആ മാംസകഷ്ണം അതെന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ തന്നെ പറയുന്നുണ്ട്, ഹാദാ ഹല്ലു ശൈത്താനി മിൻക, നബിയെ തങ്ങളിൽ നിന്നുള്ള ശൈത്താന്റെ വിഹിതമാണ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഒഴിവാക്കുന്നത്. സുബ്ഹാന റബ്ബി, ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്, എത്രയെത്ര കാര്യങ്ങളാണ് അഅ്ലാമുൻ നുബുവയിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോ വല്ലാതെ ബേജാറായി പോയി. ഹലീമ ബീവിയും അവിടുത്തെ ഭർത്താവും ബേജാറായിപ്പോയി. തങ്ങൾക്ക് സംരക്ഷണത്തിന് കൊണ്ടുവന്ന, മുല കൊടുക്കാനും സംരക്ഷണത്തിനും കൊണ്ടുവന്ന കിടാവ്, ആ കിടാവിന് ഇനി എന്തെങ്കിലും പറ്റിയാൽ വല്ലാത്ത ബേജാറിന്റെ വിഷയമാണ്. ഉടനെ ആ കിടാവിനെയും കൊണ്ടും മഹതിയായ ആമിന ബീവിയെ തിരിച്ചേൽപ്പിക്കാൻ ചൊല്ലുകയാണ്. അവിടുന്ന് വന്ന സമയം മഹതിയായ ഹലീമ ബീവിയോട് ആമിന ബീവി കേൾക്കുകയാണ്, മാ ഖുദമക യാ ലിഉറു, ഓ മുല കൊടുക്കുന്ന പെണ്ണെ, എന്തേ പെട്ടെന്ന് പോന്നത്? സമയമായിട്ടില്ലല്ലോ. ആ സമയത്ത് മഹദി അതാ, കുഴപ്പമൊന്നുമില്ല, ഞാനിതാ കൂടുതൽ സമയം വൈകണ്ടല്ലോ, എന്റെ കടമകൾ തീർത്തു, ഞാനിതാ കിടാവിനെ തിരിച്ചേൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്നോട് സത്യം പറയണം, എന്താണ് വിഷയമെന്ന് മഹദിയായ ആമിന ബീവി അവിടുന്ന് ഫസ്ദുഖീനി, എന്നോട് സത്യം തുറന്നു പറയണം എന്ന് പറഞ്ഞപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ തുറന്നു പറഞ്ഞപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിങ്ങൾ പേടിച്ചതുപോലെയൊന്നുമില്ല, അല്ലാഹു സത്യം, ഈ കുട്ടിയെ കീഴ്പ്പെടുത്താൻ പിശാചിന് ഒരു വഴിയുമില്ല. കുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. കുട്ടിയെ ഞാൻ ഗർഭം ധരിക്കുന്ന സമയത്തു തന്നെ വല്ലാത്ത അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക പ്രകാശം ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രകാശത്തിൽ ഷാമിന്റെ ഭാഗത്തുള്ള ബസറായിലെ കൊട്ടാരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട സമയം തന്നെ അതാ കൈകളുടെ മുട്ട്, സുബ്ഹാനല്ലാഹ്, കൈകൾ നിലത്തു വെച്ച് ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയാണ് ഈ കുഞ്ഞു തന്നെ ജനിച്ചു വീണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേജാറാവണ്ട, സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങൾക്ക് തിരിച്ചു പോകാം എന്ന് മഹദിയായ ആമിന ബീവി ഹലീമ ബീവിയോട് സമാധാനത്തോടെ പോകാൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹലീമ ബീവിയെ ഹബീബായ തങ്ങൾ വല്ലാതെ പരിഗണിച്ചിരുന്നു. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നു. എന്നിട്ടോ ആ സമയത്ത് ഹലീമ ബീവി മുത്തുനബിയെ കാണാൻ വന്നു.
അങ്ങനെ വന്ന സമയത്ത് അവിടെ വല്ലാതെ നാട്ടിൽ വരൾച്ചയും പ്രയാസവും, അത് കാരണം കന്നുകാലികളും മറ്റുമൊക്കെ ചത്തുപോയി എന്ന സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. ആ സമയം ഖദീജ ബീവിയുമായി ചർച്ച നടത്തിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായ ഹലീമ ബീവിക്ക് സുബ്ഹാനല്ലാഹ് അവിടുത്തേക്ക് 40 ആടുകളും യാത്രക്ക് സൗകര്യമുള്ള ഒട്ടകങ്ങളെയും നൽകിയിട്ടാണ് പറഞ്ഞയച്ചത് എന്നു മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഹമ്മദുൽ മുൻകദിർ തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ മുത്തുനബിക്ക് അതാ റളഅത്ത് ചെയ്ത മുല കൊടുത്ത സ്ത്രീ മഹദിയായ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോ ഹബീബായ തങ്ങൾ അവരെ ഉമ്മീ ഉമ്മീ, എന്റെ ഉമ്മ ഉമ്മ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ തട്ടമിട്ട് കൊടുത്ത് അത് വിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ബീവി അതിലായിരുന്നു ഇരുന്നിരുന്നത്. ഇങ്ങനെ പരിഗണിച്ചിരുന്നു. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈശവം, അവിടുത്തെ ചെറിയ കിടാവാകുന്ന പ്രായത്തിലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു. പൂർണ്ണമായിട്ടില്ല, കുറഞ്ഞ വിഷയം പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അവിടുന്ന് അങ്ങോട്ട് അടുത്ത ക്ലാസ്സിൽ തുടരാം. പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരന്മാർ, തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പൂർണ്ണമായിട്ട് കേൾക്കുകയും മനസ്സിലാക്കുകയും പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ഖൈറിന്റെ ആളുകളായി മാറുകയും ചെയ്യണം. അള്ളാഹു ഖബൂലാക്കട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു ജാസിയാക്കി തരട്ടെ. ഈമാൻ സലാമത്താക്കി തരട്ടെ. ഔത്തിലൊക്കെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബേജാറുകൾ പലരും പലപ്പോഴായി ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അള്ളാഹുവേ, നീ ബേജാറുകൾ, ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി കൊടുക്കണേ. അള്ളാഹ് ഷിഫാ നൽകണേ. അള്ളാഹ് സന്തോഷം നൽകണേ. അള്ളാഹ് റാഹത്ത് നൽകണേ. അള്ളാഹ് റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കാര്യങ്ങൾ പല വിഷയങ്ങളുണ്ട്, പല ബേജാറുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. ഏത് ബേജാറുകളാണെങ്കിലും ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും എല്ലാം അറിയുന്ന രാജാതിരാജനായ അള്ളാഹ്, നീ അത് ഞങ്ങൾക്കെല്ലാം ഖൈറായ നിലക്ക് അതിന്റെ തെരു കാണിച്ചു തരണേ. അള്ളാഹ് റഹ്മാനെ, വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സഹോദരന്മാർ ഖൈറായ ഇണകളെ നീ നൽകണേ. അള്ളാഹ് വിവാഹം കഴിഞ്ഞു റബ്ബേ, സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ. അള്ളാഹ് റഹ്മാനായ റബ്ബേ, നീ നൽകിയ സന്താനങ്ങൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ. അള്ളാഹ് റഹ്മാനെ, ഞങ്ങൾക്ക് ഈ ദുനിയാവിലെ ഇസ്സത്തോടെ സന്തോഷത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണേ. അള്ളാഹ് അതിന് നല്ല ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് നല്ല ഗാഡി ഞങ്ങൾക്ക് നൽകണേ. അള്ളാഹ് നല്ല റാഹത്തുള്ള ജോലി നൽകണേ. അള്ളാഹ് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൂരത്താക്കണേ. അള്ളാഹ് കുടുംബ ജീവിതത്തിന് ഖൈർ നൽകണേ. അള്ളാഹ് സന്തോഷം നൽകണേ. അള്ളാഹ് ഭർത്താക്കന്മാരുടെ സ്വഭാവം നീ നന്നാക്കണേ. അള്ളാഹ് ഭാര്യമാരുടെ സ്വഭാവങ്ങൾ നീ നന്നാക്കണേ. അള്ളാഹ് റഹ്മാനായ റബ്ബെ, മക്കളുടെ സ്വഭാവങ്ങൾ നീ നന്നാക്കി കൊടുക്കണേ. അള്ളാഹ് റഹ്മാനായ റബ്ബെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ. അള്ളാഹ് നാളെ ആഖിറത്തിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ, അവിടുത്തെ സ്നേഹിച്ചവരുടെ കൂടെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടാൻ, ഹബീബായ തങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ. അള്ളാഹ് സൗഭാഗ്യം നൽകണേ. അള്ളാഹ് ഹബീബായ തങ്ങളുടെ പേര് ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് റബ്ബേ, ഞങ്ങളുടെ ഖൽബിനെ വെളിച്ചമാക്കണേ. അള്ളാഹ് ഖൽബിൽ ഈമാൻ ജാസിയാക്കി തരണേ. അള്ളാഹ് തെറ്റിൽ നിന്ന് തപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാഹ് നീ ഖബൂലാക്കണേ. അല്ലാഹ് നീ ഖബൂലാക്കണേ. അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد. إن شاء الله അടുത്ത ക്ലാസ്സിൽ കാണാം. വാക്കുകൾക്ക് വിടാം.